അപ്പോൾ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്ത് തുടങ്ങുന്ന ആളുകൾ, ബിഗിനേഴ്സ്, അവർ ചെയ്യുന്ന ചില മിസ്റ്റേക്സ് ഉണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ സ്ട്രോങ് ആയിട്ടുള്ള സബ്ജക്റ്റ് മാത്രം പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാറ്റഗറി ആളുകളുണ്ട്. അപ്പോൾ എനിക്ക് മാത്സ് ആണ് സ്ട്രോങ് കംഫർട്ടബിൾ, എനിക്ക് ജി കെ പഠിക്കാൻ ഇഷ്ടമല്ല, ഞാൻ ജി കെ നോക്കില്ല, ഞാൻ മാത്സ് മാത്രം കണ്ടിന്യൂസ് പഠിച്ചുകൊണ്ടിരിക്കും. രണ്ടാമത്തെ ഒരു കാറ്റഗറി ആളുകൾ എന്ന് പറഞ്ഞാൽ എനിക്ക് മാത്സ് പാടാണ്, ജി കെ ഓക്കെയാണ്, അപ്പോൾ ഞാൻ ജി കെ ഓക്കെ ആയിട്ടുള്ള മാറ്റി വെച്ചിട്ട് മാത്സ് മാത്രമേ, ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സബ്ജക്റ്റ് മാത്രമേ പഠിക്കുള്ളൂ. ഇവർക്ക് രണ്ടുപേർക്കും പറ്റുന്ന പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഏതെങ്കിലും ഒരു സെക്ഷനിൽ മാത്രം മാർക്ക് നന്നായിട്ട് കിട്ടുകയോ അല്ലെങ്കിൽ മാർക്ക് സ്ലൈറ്റ്ലി ഇമ്പ്രൂവ് ചെയ്യുകയോ ചെയ്യും, മറ്റ് സെക്ഷനിൽ അവർക്ക് മാർക്ക് കിട്ടാതിരിക്കും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് സ്ട്രോങ് ഏരിയ പഠിക്കുകയും വേണം, അതിനോടൊപ്പം തന്നെ വീക്ക് ഏരിയക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണം. അപ്പോൾ അത് കുറേശ്ശെ ബെറ്റർ ആയിട്ട് രണ്ടിലും മാർക്ക് കിട്ടും. ഇനി ഒരു തരം കാറ്റഗറി കുട്ടികളുണ്ട്, പഠിച്ചു തുടങ്ങുമ്പോൾ ഈ കണക്കൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഡീറ്റെയിൽ ആയിട്ട് A to Z ക്ലാസ്സിൽ എഴുതുന്ന എല്ലാ സ്റ്റെപ്പും എഴുതി സമയം കളയും. അപ്പോൾ അങ്ങനെ സ്റ്റെപ്പ് എഴുതുന്നതാണ് വേറൊരു മിസ്റ്റേക്ക്. അപ്പോൾ നിങ്ങൾ മാത്സ് പഠിക്കുന്ന സമയത്ത് ആവശ്യമില്ലാത്ത സ്റ്റെപ്പുകൾ എഴുതാതെ സ്റ്റെപ്പുകൾ കുറച്ചുകൊണ്ട് തലയ്ക്കകത്ത് കൂടുതൽ കാൽക്കുലേറ്റ് ചെയ്യാൻ, മനക്കണക്ക് ചെയ്യാൻ ശീലിക്കണം. പിന്നീട് ഒരു കാറ്റഗറി കുട്ടികൾ ചെയ്യുന്നത് പഠിച്ചു പോകും, പക്ഷേ ടെസ്റ്റുകൾ എഴുതി പഠിച്ചത് ബെറ്റർ ആയോ എന്ന് നോക്കില്ല, സമയത്തിനകത്ത് എഴുതാൻ പറ്റുന്നുണ്ടോ എന്ന് പ്രാക്ടീസ് ചെയ്യത്തില്ല. അപ്പോൾ ടൈമും വെച്ച് പ്രാക്ടീസ് ചെയ്യണം. ഇതാണ് ഇതിൻ്റെ ഒരു സൊല്യൂഷൻ വരുന്നത്.